ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലത്തെ എന്താ പരിപാടി വെച്ചാൽ നമ്മൾ മിഞ്ഞാന്ന് വാർത്തില്ല, അത് നനക്കണം. അത് കഴിഞ്ഞിട്ട് എടുക്കോ പോവാണ്. അവിടെ മോട്ടറൊക്കെ ഓണാക്കി നിൽക്കണ്ട. ഇവിടുന്ന് വെള്ളം വരുന്നവനെ അവിടെ തോട്ടിൽ നിന്ന് കേൾക്കാം. അവിടെ തോട്ടിലൊക്കെ നല്ല പ്രശ്നം വെള്ളം. മോട്ടർ ഓണാക്കി പൈപ്പ് ഇവിടെ വലിച്ചിട്ടുണ്ട്. പൈപ്പ് വലിച്ചു വേണ്ട ഇപ്പോൾ എത്തും കേട്ടോ. പൈപ്പ് സെറ്റാക്കി മോട്ടറിൽ വെള്ളം വന്ന് ഇപ്പം ചാവട്ടെ. അങ്ങോട്ട് എല്ലാവരും എത്തിക്കണേ. പരിപാടി ഇന്നിപ്പോൾ എടുക്കോ പോകാറാണ്. ഇന്നലത്തെ ഏതൊരു മല കയറാനാണ്. പണി കിട്ടുന്നൊരു രക്ഷയില്ല, ഒന്നും അറിയില്ല. ഇവർക്ക് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് പോയപ്പോൾ നമ്മൾ മിഞ്ഞാന്ന ആൾക്കാരല്ലേ, കുറച്ചാൽ നിന്നാലേ ഇവിടുത്തെ കാലാവസ്ഥയിൽ ശരിയാവുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. മിഞ്ഞാന്ന് അധികം ഇതായിട്ടും കാലിന് ചെറിയ വേദന ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ 2 ദിവസം ഉറങ്ങിച്ചപ്പോൾ റെഡിയായി. ശരിക്കും ഇവിടെയൊക്കെ ഉണ്ടല്ലോ മഞ്ഞുകാലത്ത് ഫുള്ള് മഞ്ഞാന്ന് പറഞ്ഞത്. ഈ ഏരിയ ഒന്നും കാണാൻ കിട്ടില്ല, ഫുള്ള് വൈറ്റ് കാര്യം പറഞ്ഞു. വൈറ്റിന് പച്ചനത്തെ രസം ഉണ്ടാവില്ലാന്ന് വായിച്ചു പറഞ്ഞേ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ മഞ്ഞായിട്ട് ഫുള്ള്. അവിടെ നനച്ചോണ്ട് നിൽക്കണോ सफाना ब्रो, यहाँ पे मेकअप करते हुए लड़की की तरह कॉस्मेटिक यूज करते हुए, और इस भाई साहब ने तो पूरी पैकिंग कर ली है. अन्ना मलयालम ने कोटी ने पंजाब ने 2 ब्रदर ने सफान ने भाई ने भाई कोटी सागो बाद गोटी അടുത്ത ട്രിപ്പിലുള്ള സെറ്റപ്പ് ആയിട്ടാ. ഫുൾ സാധനങ്ങൾ വണ്ടി കയറ്റിയിട്ട് കാറിൽ നമ്മൾ ഈ പെട്ടിയിൽ കുറേ സാധനങ്ങളുണ്ട്. കുക്കിങ്ങിനുള്ള സെറ്റപ്പുകൾ, ടെൻറ്റ് ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തിക്കണം. എന്തൊക്കെ നടക്കാറില്ല. അതിലും കുറച്ച് സാധനങ്ങളുണ്ട്. വണ്ടിയും ഈ വണ്ടിയും ദാറ്റ് വണ്ടി, അങ്ങനെ നാളത്തെ വരുന്നത് 3 വണ്ടി. ഒന്നോ ചാവി പേൽഗാം ആട്ടോ. ട്രിപ്പ് പേൽഗാമൊക്കെ ഉറപ്പിച്ചിന്. നോക്കിയതല്ലോ പോയി നോക്കുക. അവിടുത്തെ തണുപ്പും കാലാവസ്ഥയൊക്കെ എത്താം. ഞാനൊരു സെറ്റർ തൽക്കാലം വാങ്ങിന്. ഞാൻ സെറ്റർ ഒന്നും വാങ്ങിയില്ല. ഒക്കെ വാളയമാടെ തോരട്ട് നമ്മൾ ആപ്പിൾ തോട്ടത്തിന്റെ മുതലാളിയൊക്കെ സെറ്റ് ആയിക്കണ്. പോരുണ്ട്, എല്ലാവരും ഉണ്ട്. പൊളിപ്പൊളിയേ मालूम नहीं है किधर जा रहे हैं. मालूम नहीं है. पालगाम है. ആപ്പിൾ എടുക്കാൻ മറന്നുണ്ടതാ. പിന്നെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഒരു പാക്കറ്റ് ആപ്പിൾ എടുത്ത് ഇറങ്ങിയില്ല നമ്മള്. ബിജെപിന്റെ കൊണ്ടിരിക്കുന്നത് ബിജെപിക്ക് എതിരാണോ? ബിജെപി പ്രൊട്ടക്ഷനാണ്. കാശ്മീർ വന്നിട്ട് ഇതുവരെ കാണാത്തൊരു കാഴ്ചയുള്ളത്, റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ആപ്പിൾ തോട്ടത്തിന് തൊട്ട് ചാരിയിട്ട് ഫ്രഷ് ആപ്പിൾ ജ്യൂസ് ഇങ്ങനെ കൊടുക്കുക. അത് പുതിയൊരു കാഴ്ച. ഇനി പേൽഗാമിൻ്റെ ഈ കവാടം കയറി കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ മെയിൻ ടൗൺ എന്ന് പറയുന്നത്. അത്യാവശ്യം വിനോദസഞ്ചാരികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെതായ കച്ചവടങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഓരന് വൈക്ക് മൂത്രമൊക്കെ നിർത്തിയതിന് മൂലരിട്ടാണ് പോഞ്ഞു വരുന്നേക്കണ്. ഞങ്ങൾ കുറച്ച് മുമ്പ് പോകുന്നത് പാഞ്ഞു വരുന്ന. പേൽഗാമിലേക്കുള്ള വഴിയില് പിന്നെ റീൽ എടുക്കണം പറഞ്ഞു. ഒരാഴ്ച പൂവും പിന്നെ ഷാറുഖാന്റെ പഴയ സ്ട്രപ്പുണ്ടോ ഫുള്ള്. നല്ല ലൈറ്റാണ്, തണുപ്പാണ്. ഫോട്ടോ എടുക്കണം. നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടത്തെ തരാം. അതിനപ്പുറത്തേക്ക് അവിടെ ഗേറ്റ് കിട്ടിന്. ഓലെടുക്കാൻ പോയത് ഒരു ഐഡിയ ഇല്ല. 2 കൈക്ക് കാണാനില്ല. വിളിച്ചിട്ട് കിട്ടില്ല. ഇവിടെ നെറ്റ്വർക്ക് പറ്റാൻ മോശാട്ടോ. BSNL ഇവിടെ റേഞ്ച് ഉണ്ട്, ബാക്കി സിമ്മൊന്നും റേഞ്ചിലാവുന്നുണ്ട്. ഇവിടെ ഒന്ന് നടത്തിച്ചുള്ള വരുന്നുണ്ടോ. പൈസ വണ്ടിമ്പോൾ ഇറങ്ങൂല. ഒരാൾ കുത്തിരക്കണ്ടേ നമ്മുടെ അറുതി കൂടെ നടന്നു പറയാൻ പോകണം. എന്നാലത്തെ ഒരു പണി ചങ്ങായി. ഞാൻ വല്ല ബന്ധപ്പെട്ട് കയറി ഏറ്റവും നടത്തിച്ചാണ് ആളൊക്കെ ഇതാക്കളെ പരിപാടിയാണ്. ഇന്നലത്തെ തന്നെ കാലുവേദന മാറിയില്ല. ഇവിടെ സ്പോട്ടിന്റെ അറിഞ്ഞു പോയ കുറച്ച് ആൾക്കാരുണ്ട്. ഓഫ് റോഡ് കയറ്റിട്ട് ഞങ്ങൾ ലാസ്റ്റ് ടൈം ശ്രദ്ധിക്കില്ല. നടക്കാനല്ല നടത്തിച്ചുള്ള പരിപാടി. ഇത്രയും കല്ലുണ്ടായിട്ടാ ഇത് കൂടുതലേ ചവിട്ടി ബൾക്കുണ്ട്. കൂടുതൽ ചവിട്ടി ബൾക്കുണ്ട്. അപ്പനപ്പന് സ്കൂട്ടികൾ നിന്നിട്ടുണ്ട്. ഇൻഡോർക്ക് ചെറുതുള്ള എല്ലാവരും വാങ്ങുന്നു. പവർ കൂടുതലുണ്ട്. ഇതില്ലടാ.
വായിക്കൂടെ കറങ്ങി പോകില്ല. ഒഴിഞ്ഞ പറമ്പോ കണ്ട കിട്ടിയ വായിച്ചിട്ടാണ് പരിപാടി. അഭ്യാസ പ്രകടനങ്ങൾ, മുന്നും പിന്നും നോക്കാതെയുള്ള കളികൾ നല്ല കണ്ടോ. ഇന്ന ഒറ്റ സ്ഥലം വലിയ തിരക്കൂല അവിടെ. മൂലേറെ വണ്ടി അടുപ്പിച്ചു പോയിക്കാണ്ട് चलो भाई चलते हैं. ഇപ്പൊ ബോയ്സിന്റെ നമ്മളെ ഇരുന്നുള്ള ചെറിയ ഷോട്ടൊക്കെ നല്ല വെയിലാണ്. പക്ഷെ അങ്ങനെ ചൂടെന്ന് പറഞ്ഞ തണുത്ത കാറ്റ്. താഴത്ത് പോയ ഉസ്താദ് വണ്ടി പഠിച്ചിട്ടോ ആ വരുന്നേ വലിയ ഡ്രൈവിങ്. അവിടെ കുടുങ്ങി, ഓന്റെ വണ്ടി കുടുങ്ങി. എന്തോർക്ക് നേരത്തെ അവിടെ മൂന്ന് കൊണ്ടേക്കാണ്ട്. താഴത്തെത്തിട്ടോ ഞങ്ങള് വണ്ടി അവിടെ ഇനി ഒരു ആപ്പിളേക്കാം. ഫുഡ് കഴിക്കാൻ ഇറങ്ങി നടന്നുട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. പോയ എങ്ങനെ ആണോ അടിയിൽ താഴത്തേക്ക് ഇവിടെ നോക്കിയാൽ താഴേക്ക് നല്ല വ്യൂ കേട്ടോ. അങ്ങനെ വ്യൂ കണ്ടിരുന്നപ്പോ കേട്ടോ കുറച്ച് കൈതകൾ ഇങ്ങനെ ലോഡ് കൊണ്ടുവരുന്നത് കയറ്റും കയറി ഇങ്ങനെ വരുന്നത്. കുറെ ആൾക്കാരുണ്ടോ പൈസയില് റീലിന്റെ ആളാട്ടോ. എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ കൊടുക്കണ്ടോ ഇങ്ങനെ ഒക്കെ നമ്മളാ പോയ നമ്മുടെ സെറ്റാക്കി എടുക്കണേ. എന്തൊക്കെ കാണണം അതിന് നിക്കാൻ വായിച്ചും അല്ലാതെ മതി. ഇവിടെ ഷാറൂഖ് ഖാന്റെ ഒരു വീഡിയോ ഉണ്ട്, അതന്നെ കളി മൊത്തം അതൊക്കെ റീലാണ്. ഫുഡിന്റെ സമയം ഒരുപാട് അതിക്രമിച്ചു. 2:45 എന്നാലും എന്തേലൊക്കെ തപ്പി നോക്കട്ടെ ഇറങ്ങിയതാണ്ടോ ഫുഡ് കഴിക്കാൻ. നല്ല വിശക്കുണ്ട്, എല്ലാവർക്കും വിശക്കുണ്ട്. രാവിലെ ഇറങ്ങിയാലേ വരുന്നു. രാവിലത്തെ ആഴ്ച ബിസ്ക്കറ്റും ചായ കുറിച്ച് ഇറങ്ങി. പിന്നെ ആപ്പിളങ്ങനെ അടിച്ച് കഴിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒന്നോടത്ത് കയറിയപ്പോ അവിടെ ഇതുള്ളൂ ചിക്കനും ഇത് മാത്രമുള്ള പറഞ്ഞിട്ട് വേറെ തെണ്ടി നിൽക്കണം. നാട്ടിലത്തെ ഫീൽ തന്നെ കേട്ടോ. ഒരുപാട് വട്ടം കൂടി എച്ചുമണി ഉണ്ടാക്കിയാണ്ട്. ഓ കാശ്മീരി മസാല ലവാസ ഇവിടെ ബൈക്ക് നിൽക്കുന്നുണ്ടോ. चन्ना और कश्मीरी रोटी. This is Kashmiri lavasa made in tandoor. He can give interview. इसको अखरोट वाला चटनी. Walnut chutney. Walnut sauce. അപ്പൊ സാധനം കഴിക്കോളൂ. നല്ല അതിന്റെ കാക്ക അങ്ങനെ സൈഡാക്കിട്ട് എല്ലാം പാടെ പോകുന്നു. ഒച്ചയും പുളിയാണ് നമ്മതിൽ സംഭവം കേട്ടോ. കടലാണ് സംഭവം. കടലിന്റെ ചോദ്യം കിട്ടുന്നത് അത് കുഴപ്പമില്ല. നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ. വെള്ളം പോകണമെങ്കിൽ പാലുമാരിക്കത്തെ വെള്ളമാണ്. എന്താ രസം. അങ്ങനെ ട്രിപ്പിന്റെ മറ്റൊരു രസം കൂടി വരികയാണ്. എൻഡോർക്കിലെ ഇത് കഴിഞ്ഞു. ചങ്ങായി രാവിലെ 2 ലിറ്റർ ക്യാനിൽ എണ്ണം പറഞ്ഞുണ്ട്. അതിന്റെ കുത്തിമറി പൂടെ കേസിലുണ്ടോ എല്ലാ ജാതിയിലാണല്ലോ ഓൻ്റെ എണ്ണോ പിള്ളേക്ക് കേക്ക് ഇതിലും കണക്കാക്കി പറഞ്ഞു. ചേട്ടാ ഇത് 2 വണ്ടിന്ന് ഞങ്ങൾ ഉള്ള വണ്ടി കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവാട്ടെ. ഈ ബാക്കി വരുന്നത് ചാ അമർനാഥ് ലാസ്റ്റ് റോഡ് മുട്ടിട്ടോടെ. നല്ല രസമാണ്. നമ്മൾ കണ്ടോ മൗണ്ടൈനുകളുടെ ഉണ്ട് ശരിക്കൂടെ കാണാനുള്ളത് ഫുള്ളായിട്ട്. പക്ഷെ വെള്ളം നല്ല രസമാണ്. വെള്ളത്തിന്റെ നമ്മൾ അഫ്സൽ ഇത് അവിടെ ഇതൊക്കെ ഡി ഒക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് എല്ലാവർക്കും. ഞങ്ങൾ ഇവരെ അഫ്സലിനെ വിളിക്കും അല്ലേ പൈസ.
പക്ഷെ നല്ല സ്പോട്ടൊക്കെ വരുമ്പോ അങ്ങനെ നിർത്തിട്ടോ. ഇവിടെ കണ്ടെങ്കിൽ എന്താ രസം, ഫുള്ള് മലയാളമാണ്. ब्रो वो देख क्या करती है. പൈസ ഷോട്ടുകളുണ്ടോ, വെറൈറ്റി ഷോട്ടുകളൊക്കെ ഓന്റെ റീലാണ് നോക്കണം. ഇത് പഠിച്ചില്ല, ഞാൻ മരത്തിലൊന്നും കളിച്ചല്ലോ. ഇവര് നമ്മ ആദ്യമായിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത്. പിന്നെ എങ്ങനെ ആ പേലെ ആയ ഇതർ സെ ആ പേലെ ഇതർ പേലെ ആയ നാട്ടിലായിട്ട് ഇവിടെ ആദ്യമായിട്ട് വരണം. രണ്ടാള് കേരളത്തിൽ നിന്ന് കാശ്മീർ കാണാൻ വന്നാട്ടോ. ഞങ്ങളോടെ കുത്തിർക്ക കാശ്മീരിൽ പോകാണ്ടില്ല. ഞങ്ങളെ ഫോണും ക്യാമറ ഫുള്ള് വാക്കിൽ കച്ചില് 360 ക്യാമറ മക്കൊക്കെ കൊണ്ടുപോയി. നല്ല രസം ഏതായാലും ഞങ്ങളെ ഓലയും കൊണ്ട് കാശ്മീർക്ക് വന്ന മര്യാദ ആദ്യമായിട്ട് കാണാണല്ലോ ഒരുപാട്. ബ്രോ പറയോ സുഖമാണോ? ബൈ സഫ്വാൻ ആൻഡ് ഫായിസ് കമ്മിങ് ഫ്രം ഞങ്ങള് ഇത് കാണാനായിട്ട് അവിടെ അടിയിൽ 100 രൂപ ടിക്കറ്റ് അങ്ങോട്ട് പറഞ്ഞേ. അവിടെ ഫായിസിന്റെ വമ്പം ഫോട്ടോ എടുത്തിരിക്കണം. കുറച്ച് ഇംഗ്ലീഷുകാരെ പരിചയിക്കണം ഫായിസിനെ. ഇവലിടുന്നോ പരിചയപ്പെട്ടാണ്ട് പോകുന്ന വൈക്ക് ഇങ്ങനെ ഇവല് സൈഡ് ആക്കിയാണ് ഇത് കണ്ടോണ്ട്. ഇവല് 100 രൂപ ലാഭം പഠിച്ചാ ഫായിസ? ഇവല് 100 രൂപ ലാഭം പഠിച്ചാ ഇവല്? നല്ല വ്യൂ ഉണ്ട്. ആ വ്യൂ കണ്ടു തിരിക്കണം. പോകാൻ രസമുണ്ടാവും. വരവ് ഞങ്ങൾ നേരെ കൊടുന്നത് ഒരു മക്കാമക്കാട്ടോ. ഇവിടെ ഒരു മക്കാം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ മുമ്പൊക്കെ എത്തി. ഫൈസലും ഞാനൊക്കെ കാറെടുത്ത് മുമ്പൊക്കെ എത്തി. ഓരൊക്കെ ബാക്കിൽ വരുന്നുള്ളൂ. എനിക്ക് വയ്യാറില്ല തോന്നുന്നു. അവിടെ നിന്നിട്ട് നമ്മൾ വന്നേ. അവിടെ കണ്ട താഴെ അങ്ങാടി നാഗുണം അങ്ങാടി വന്ന് കുറെ കയറി പോരാണ്ട് ഇങ്ങോട്ട് ഒരുപാട് നല്ല രസമാണ് കാണാൻ. പിന്നെ സൂര്യാസ്തമയം അതും കാണാം. ഈ മക്കാമിന്റെ കഥ ഫൈസൽ ഇപ്പൊ പറഞ്ഞുതരും. പറയാം. Can I tell in Hindi? നോ പ്രോബ്ലം. ये वो जगह है जहाँ पे अल्लाह के एक बहुत ही अच्छे वली ने इबादत करी थी, जिसको हम अशमुकाम कहते हैं. और यहाँ पे शायद उसकी कब्र भी है. उसका नाम क्या? उसका नाम था हजरत सईद ज़ैनुल आबिदीन. यस. तो उसकी जियारत है पीछे हमारे. तो यहाँ पे बहुत लोग आते हैं, चाहे हिंदू हो, सिख, ईसाई, मुस्लिम, व्हाटएवर, दे केम हियर एंड वो देखते हैं यहाँ पे. बहुत अच्छा. वहाँ पे एक बहुत अच्छी केव है. हाँ. കേവും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടോ. മക്ബറ മാത്രല്ല. അതുപോലെ നമുക്ക് ഞങ്ങൾ പോയ കൊപ്പുള്ളിലൊന്ന് വരട്ടെ. ശരിക്ക് മക്കാമക്ക് മുകളിൽ കൂടെ അല്ലട്ടോ. ഈ താഴെക്കൂടെ എത്ര 100-120 സ്റ്റെപ്പറ്റ് കയറണം എന്ന് പറഞ്ഞാൽ അത് കയറി വന്നാൽ അതിൽ കൂടെ പോയി. നമ്മൾ മുകളിൽ കൂടെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്നിട്ട് അതാകുമ്പോൾ കുറച്ചിങ്ങനെ ഇറങ്ങിയാൽ മതി രാത്രി.